ഹലോ ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്കൂളിൽ മുട്ട ബിരിയാണി കൊണ്ടുപോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കമൻ്റായിട്ട് ഒരാൾ മുട്ട ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചു. അതിൻ്റെ മസാലയ്ക്കായിട്ട് 3 സവാള, 2 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അത് കഴിഞ്ഞ് ചെറിയ കുക്കറിൻ്റെ അകത്ത് മുട്ട പുഴുങ്ങാൻ വെച്ചു. സവാളയും തക്കാളിയും ചോപ്പ് ചെയ്തു, പച്ചമുളക് 2ആയിട്ടൊന്ന് കീറിയിട്ടു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചു വെച്ചു. പിന്നെ വലിയൊരു കുക്കർ എടുത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഈ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് പട്ടയും ഗ്രാമ്പൂവും കുരുമുളകും ഏലക്കയും ജീരകവും ഇട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പച്ചമുളകും സവാളയും കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിലോട്ട് തക്കാളി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ല അതിൻ്റെ പച്ചമണം മാറി വരുന്ന നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് തൈരും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മസാലയിലോട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഈ മസാല ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചോറ് അതിലോട്ടിട്ട് മുട്ടയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. എന്നിട്ട് കുക്കറിൽ ഫിസിലിട്ടിട്ട് 1 ഫിസിൽ കേൾപ്പിച്ചാൽ മതി. എന്നിട്ട് 10 മിനിറ്റ് ചെറിയൊരു ലോ ഫ്ലെയിമിലിടുക. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര എളുപ്പം. ബൈ.